ഖുർആൻ പഠന പരമ്പരയിൽ 63-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 62-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് 26-ാമത്തെ അധ്യായമാണ്. അതിൽ 227 വാക്യങ്ങളുണ്ടായിരുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന് ശേഷം വന്നിട്ടുള്ള 27-ാമത്തെ അധ്യായമാണ്, സൂറത്തു നംൽ. ഇതിൽ 93 വാക്യങ്ങളാണുള്ളത്. ഈ രണ്ട് അധ്യായങ്ങളും ഒരേ കാലഘട്ടത്തിൽ വന്നതാണ് എന്നാണ് ഖുർആൻ പണ്ഡിതന്മാരും മുഫസ്സിറുകളും ഒക്കെ പറയുന്നത്. എന്തായാലും ഇത് രണ്ടിൽ ഏതാണ് ആദ്യം വന്നത്, ഏതാണ് രണ്ടാമത് വന്നത് എന്നൊന്നും വ്യക്തമല്ല. ഒരു പക്ഷേ രണ്ടും കൂടെ മിക്സായിട്ട് വന്നത് രണ്ട് അധ്യായങ്ങളായി മാറിയതായിരിക്കാം. ഇതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഏറെക്കുറെ മുഹമ്മദിൻ്റെ കച്ചവടം മക്കയിൽ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതിൻ്റെയും മുഹമ്മദ് എന്തൊക്കെയോ ഗൂഢപദ്ധതികളുമായിട്ട് മക്കയിൽ നിന്ന് തടി രക്ഷപ്പെടുത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നതിൻ്റെയും സൂചന വരുന്ന അധ്യായങ്ങളാണ് ഇത് രണ്ടും. പതിവ് പോലെയുള്ള എല്ലാ കലാപരിപാടികളും ഇതിനകത്തും ഉണ്ട്. അതിൻ്റെ കൂടെ കുറേ പൂർവീകരുടെ കഥകൾ പരത്തി വിശദമായി പറഞ്ഞതായിരുന്നു കഴിഞ്ഞ അധ്യായം. ഈ അധ്യായത്തിലും അതേ കഥകൾ ആവർത്തിക്കുന്നുണ്ട്, പക്ഷെ അത്ര പരത്തി പറഞ്ഞിട്ടില്ല, ചുരുക്കിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സൂറത്തു നംൽ ഞാൻ വായിച്ചു തുടങ്ങാം. അതിൽ കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല, പഴയ പല്ലവികളൊക്കെ അതേപോലെ ആവർത്തിക്കുന്നതാണ്. പൂർവീകരുടെ കെട്ടുകഥ പറയുന്ന കൂട്ടത്തിൽ ഇതുവരെ പരാമർശിക്കാത്ത ഒരു ഭാഗം വന്നിട്ടുണ്ട്. അതുകൂടി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. 27-ാമത്തെ അധ്യായം സൂറത്തു നംൽ. നംൽ എന്ന് പറഞ്ഞാൽ ഉറുമ്പ് എന്നാണ് അർത്ഥം. ഖുർആനിലെ ചില അധ്യായങ്ങൾക്ക് ഉറുമ്പ്, ചിലർക്ക് എട്ടുകാലി, അങ്ങനെയൊക്കെയുള്ള തലക്കെട്ടുകളൊക്കെ ഉണ്ട്. പല ജന്തുക്കളുടെയും പേരും പല സാധനങ്ങളുടെ പേരൊക്കെ ആയിട്ട് തലക്കെട്ടുകൾ വന്നിട്ടുണ്ട്. ഈ തലക്കെട്ടുകൾ വരുന്നതിൻ്റെ മാനദണ്ഡം ഒന്നുമില്ല. ആ അധ്യായത്തിൽ എവിടെയെങ്കിലും ഒരു വാക്യത്തിൽ വരുന്ന ഒരു വാക്കെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഉള്ളടക്കവും ഉള്ളടക്കത്തിൻ്റെ ആശയവും ഈ തലക്കെട്ടും തമ്മിൽ ഖുർആനിൽ എവിടെയും ഒരു ബന്ധവും ഇല്ല എന്നത് ഒരു സവിശേഷതയാണ്. ഞാൻ വായിക്കാം. ത്വാ സീൻ, ഇത് രണ്ട് അക്ഷരങ്ങളാണ്. അള്ളാഹു രണ്ട് അറബി അക്ഷരങ്ങളെ പൊക്കി പിടിച്ചിട്ട് സത്യം ചെയ്യുകയാണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. പിന്നെ പറയുന്നത് തിൽക ആയാത്തുൽ ഖുർആനി വ കിതാബി മുബീൻ, ഇവ ഖുർആൻ്റെയും വ്യക്തമായ വേദഗ്രന്ഥത്തിൻ്റെയും ആയത്തുകളാകുന്നു എന്ന് അള്ളാഹു രണ്ട് അറബി അക്ഷരങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ്. അള്ളാഹുവിന് 13 കൊല്ലക്കാലം ഇത് ഞാൻ പറഞ്ഞ തന്നെയാണ്, ഞാൻ കൊടുത്തയച്ചത് തന്നെയാണ് എന്ന് സത്യം ചെയ്ത് പറയലായിരുന്നു പണി. ഒരു ദൈവം ഒരു പുസ്തകം കൊടുത്തയക്കുമ്പോൾ ഉള്ള ഒരു ഗതികേടാണ് 13 കൊല്ലം ആ പുസ്തകം ഞാൻ കൊടുത്തയച്ചതാണെന്ന് പറയാൻ വേണ്ടി മാത്രം പുസ്തകത്തിൽ 100 കണക്കിന് വരികൾ എഴുതി ചേർക്കുക, എല്ലാ അധ്യായത്തിലും അത് ആവർത്തിക്കുക എന്നുള്ളത്. അടുത്ത വാക്യം, സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷ വാർത്തയുമാകുന്നു. അടുത്തത്, അതായത് നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ, അവർ പരലോകത്തെക്കുറിച്ചാകട്ടെ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞ് ഈ മുഹമ്മദിലും ഖുർആനിലും വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രം മാർഗദർശനം നൽകാൻ ഉതകുന്ന ഒരു പുസ്തകമാണ് ഇത് എന്നാണ് പറയുന്നത്. വിശ്വസിക്കാത്തവർക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു ഘട്ടമാണ് ഇവിടെ. 4-ാം വാക്യം, നിശ്ചയമായും പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അവർക്ക് തങ്ങളുടെ പ്രവൃത്തികൾ നാം ഭംഗിയാക്കി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്, അതിനാൽ അവർ അന്ധാളിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസമില്ലാത്ത ആളുകൾ വിശ്വാസമില്ലെങ്കിലും അവർക്ക് അവിടെ സമ്പന്നമായിട്ട് സുഖമായും സുഭിക്ഷമായിട്ടും ജീവിക്കാൻ കഴിയുന്നു എന്നത് മുഹമ്മദിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. ആ അസ്വസ്ഥതയ്ക്ക് മുഹമ്മദ് കണ്ടെത്തിയ ഒരു പരിഹാര മാർഗമാണ് ഇതൊക്കെ അള്ളാഹു തന്നെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തിരിക്കുന്നത്. ഇവർക്കിതൊക്കെ ഭംഗിയായിട്ട് കാണിച്ചു കൊടുക്കുന്നതും ഇതൊക്കെ തന്നെയാണ് ശരിയെന്ന് അവരെ തോന്നിപ്പിക്കുന്നതും അവർ വിശ്വാസികളല്ലെങ്കിൽ പോലും അവർ സുഖമായി ജീവിക്കുന്നതൊക്കെ അള്ളാഹു അവരെ അങ്ങനെ ആക്കിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് സ്വയം ആശ്വാസം കൊള്ളുകയാണ്. 5-ാമത്തെ വാക്യം, കഠിന ശിക്ഷ ഉണ്ടായിരിക്കുന്നവരത്രേ അക്കൂട്ടർ, അവർ പരലോകത്തിലാകട്ടെ ഏറ്റവും നഷ്ടപ്പെട്ടവരും തന്നെ. അപ്പോൾ 2 ശിക്ഷകളെക്കുറിച്ച് ഒരുമിച്ചാണ് പറയുന്നത്. ഒന്ന്, ഇവിടെ കഠിനമായ ശിക്ഷ അവർക്ക് വരാൻ പോകുന്നു. 2, പരലോകത്തും അവർ നഷ്ടപ്പെട്ടവരായിരിക്കും. അപ്പോൾ ഇവിടെ ഇവർക്ക് കഠിനമായ ശിക്ഷ വരാൻ പോകുന്നു എന്ന് മുഹമ്മദ് പറയുന്നത് കൊണ്ട് എന്താണ് മുഹമ്മദ് ഉദ്ദേശിക്കുന്നത്? ഇത് ഖുർആനിൽ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് അള്ളാഹു മലമറിച്ച് മറ്റുള്ള പ്രവാചകന്മാരുടെ കാലത്ത് നടത്തിയതുപോലുള്ള ശിക്ഷ നേരിട്ട് നടത്തും എന്ന കഥകളാണ് മുഹമ്മദ് പറഞ്ഞവരെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ കഥകളൊന്നും യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ
അങ്ങനെ ഉണ്ടെങ്കിൽ ആ ശിക്ഷയൊക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവർ വെല്ലുവിളിച്ചപ്പോൾ മുഹമ്മദ് അടുത്ത ശിക്ഷയെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ നൽകുന്നത്. അത് അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല, മുഹമ്മദ് അവരെ ശിക്ഷിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ഭീഷണിയുടെ സൂചനയായിട്ട് തന്നെയാണ് ഈ വാക്യം വരുന്നത്. പരലോകത്ത് അള്ളാഹിൻ്റെ ശിക്ഷ കിട്ടും, അതിന് പുറമെ ഇഹലോകത്ത് മൂപ്പര വക ശിക്ഷ വേറെ വരാൻ പോകുന്നു എന്ന ഒരു സൂചന ഇതിനകത്ത് ഗൂഢമായും ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 6-ാം വാക്യം, നിശ്ചയമായും അഗാധജ്ഞനും സർവജ്ഞനുമായുള്ള ഒരുവൻ്റെ പക്കൽ നിന്ന് നിനക്ക് ഖുർആൻ ഏറ്റുതരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് എത്ര വട്ടം ഇതിനകത്ത് പറഞ്ഞതാണ്? ഇത് പറയാത്ത ഏതെങ്കിലും അധ്യായമുണ്ടോ? ഒരു പഠിച്ചവന് 13 കൊല്ലക്കാലം ഇത് പഠിച്ചോൻ തരുന്നതാണ്, ഇത് പഠിച്ചോൻ തരുന്നതാണ്, ഇത് പഠിച്ചോൻ്റെ പുസ്തകമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ പുസ്തകത്തിനും പഠിച്ചവനും കാര്യമായ കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. 7-ാം വാക്യം, മൂസ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞ സന്ദർഭം. ഇനി നമ്മൾ മൂസ കഥയിലേക്ക് പോവുകയാണ്. 7-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ മൂസ കഥ പറയുന്നു. അത് കഴിഞ്ഞ് 15-ാമത്തെ വാക്യം മുതൽ 44-ാമത്തെ വാക്യം വരെ സുലൈമാൻ്റെ കഥ പറയുന്നു. 45 മുതൽ 53 വരെ സമൂദ് സാലിഹ് കഥ, മുമ്പ് പറഞ്ഞ കഥ പറയുന്നു. 54 മുതൽ 58 വരെ ലൂത്തിൻ്റെ കഥ പറയുന്നു. പിന്നെ 59 മുതൽ പതിവ് പോലെയുള്ള പയ്യാരങ്ങളും പറയുന്നു. അപ്പോൾ ഈ കഥകൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാം പതിവ് പോലെ. പക്ഷെ അതിനകത്ത് ഇതുവരെ പരാമർശിക്കാത്ത ഒരു ഭാഗമാണ് സുലൈമാൻ്റെ കഥ. ആ കഥയൊന്ന് വായിച്ച് ചെറുതായിട്ടൊന്ന് കഥ പറഞ്ഞു പോവാം എന്ന് വിചാരിക്കുന്നു. പിന്നെയും ആവർത്തിക്കുന്നുണ്ട്, എങ്കിലും ഇതുവരെ നമ്മൾ സുലൈമാൻ്റെ കഥ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് സുലൈമാൻ്റെ കഥയൊന്ന് വായിച്ചിട്ട് പോവാം. 15-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. തീർച്ചയായും ദാവൂദിനും സുലൈമാനും നാം ജ്ഞാനം നൽകുകയുണ്ടായി. രണ്ടാളും പറയുകയും ചെയ്തു, സത്യവിശ്വാസികളായ തൻ്റെ അടിയാന്മാരിൽ മിക്കവരെക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയവനായ അള്ളാഹുവിന് സർവസ്തുതിയും. 16, സുലൈമാൻ ദാവൂദിന് അനന്തരാവകാശിയായി. അദ്ദേഹം പറഞ്ഞു, ഹേ മനുഷ്യരെ, നമുക്ക് പക്ഷികളുടെ സംസാരം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ വസ്തുക്കളിൽ നിന്നും നമുക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയമായും ഇതുതന്നെയാണ് പ്രത്യക്ഷമായ യോഗ്യത. 17, സുലൈമാന് ജിന്ന്, മനുഷ്യൻ, പക്ഷി എന്നിവയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങൾ ശേഖരിക്കപ്പെട്ടു. എന്നിട്ട് അവർ തടഞ്ഞു നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 18, അങ്ങനെ അവർ ഉറുമ്പിൻ്റെ താഴ്വരയിൽ കൂടി ചെന്നപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു, ഹേ ഉറുമ്പുകളെ, നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ പ്രവേശിച്ചു കൊള്ളുവിൻ. സുലൈമാനും തൻ്റെ സൈന്യങ്ങളും നിങ്ങളെ ചതച്ചു കളയാതിരിക്കട്ടെ, അവരാകട്ടെ അറിയുന്നതുമില്ല. 19, അപ്പോൾ അതിൻ്റെ വാക്കുനിമിത്തം അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചു. അദ്ദേഹം പറയുകയും ചെയ്തു, റബ്ബേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള നിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുവാനും എനിക്ക് നീ പ്രചോദനം നൽകണമേ. നിന്റെ കാരുണ്യം കൊണ്ട് സദ്വൃത്തരായ നിന്റെ അടിയാന്മാരിൽ എന്നെ നീ ഉൾപ്പെടുത്തി തരികയും വേണമേ. 20, അദ്ദേഹം പക്ഷികളെ പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ്, എനിക്ക് മരക്കൊത്തിയെ കാണാനില്ലല്ലോ, അഥവാ അത് ഹാജറില്ലാത്തവരുടെ കൂട്ടത്തിലായിരിക്കുകയാണോ? 21, സത്യമായിട്ടും ഞാൻ അതിനെ കഠിനമായ ശിക്ഷിക്കും, അല്ലെങ്കിൽ അതിനെ അറുത്തുകളയും. അല്ലാത്ത പക്ഷം ഒരു വ്യക്തമായ ന്യായവും കൊണ്ട് അത് എൻ്റെ അടുക്കൽ വരിക തന്നെ വേണം. അങ്ങനെ അത് വിദൂരമല്ലാത്തവണ്ണം താമസിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങൊന്ന് സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നു. സഭയിൽ നിന്ന് ദൃഢമായ ഒരു വാർത്തയുമായി ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. നിശ്ചയമായും അവരെ ഭരിച്ചു വരുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടെത്തുകയുണ്ടായി. എല്ലാ വസ്തുക്കളിൽ നിന്നും അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരു വമ്പിച്ച സിംഹാസനവും അവൾക്കുണ്ട്. 24, അവളെയും അവളുടെ ജനതയെയും അള്ളാഹുവിനെ വിട്ട് സൂര്യന് സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ കർമ്മങ്ങൾ പിശാച് അവർക്ക് ഭംഗിയാക്കി കാണിച്ചു. അവരെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അവർ സന്മാർഗത്തിൽ ചരിക്കുന്നില്ല. 25, ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നതിനെ വെളിക്ക് കൊണ്ടുവരികയും നിങ്ങൾ മറച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ സുജൂദ് ചെയ്യാതിരിക്കുവാൻ അത്രേ. അള്ളാഹുവാകട്ടെ അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, മഹത്തായ അർശിൻ്റെ നാഥനാണ്. അദ്ദേഹം പറഞ്ഞു, നീ സത്യം പറഞ്ഞതാണോ, അഥവാ നീ സത്യവാന്മാരിൽ പെട്ടിരിക്കുന്നുവോ എന്ന് നോക്കാം. 28, എൻ്റെ ഈ എഴുത്തും കൊണ്ട് നീ പോക.
എന്നിട്ട് അത് അവർക്ക് ഇട്ടുകൊടുക്കുക. പിന്നീട് നീ അവരിൽ നിന്ന് മാറി നിന്ന് അവർ എന്ത് മറുപടി പറയുന്നു എന്ന് നോക്കുക. അവൾ പറഞ്ഞു, ഹേ പ്രധാനികളെ, നിശ്ചയമായും എനിക്ക് മാന്യമായ ഒരു എഴുത്ത് ഇട്ടുതരപ്പെട്ടിരിക്കുന്നു. അത് സുലൈമാനിൽ നിന്നുള്ളതാണ്. അത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നോട് നിങ്ങൾ ഔന്നത്യം കാണിക്കരുത്. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരികയും ചെയ്യുക എന്നത്രേ. 32. അവൾ പറഞ്ഞു, ഹേ പ്രധാനികളെ, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് തീരുമാനം പറഞ്ഞു തരണം. നിങ്ങൾ എൻ്റെ അടുക്കൽ സന്നിഹിതരായിട്ടല്ലാതെ ഞാൻ ഒരു കാര്യവും ഖണ്ഡിതമായി തീരുമാനിക്കുന്നവളല്ല. അവർ പറഞ്ഞു, നാം പ്രാബല്യമുള്ളവരും ശക്തിമത്തായ സമരവീര്യമുള്ളവരുമാകുന്നു. അധികാരം അവിടത്തേക്കാകുന്നു. ആകയാൽ എന്താണ് കൽപ്പിച്ചരുളുന്നതെന്ന് അവിടുന്ന് നോക്കുക. അവൾ പറഞ്ഞു, നിശ്ചയമായും രാജാക്കൾ ഒരു രാജ്യത്ത് പ്രവേശിച്ചാൽ അവരതിനെ നാശപ്പെടുത്തുകയും അന്നാട്ടുകാരിലുള്ള പ്രതാപശാലികളെ നിന്ദ്യന്മാരാക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് അവർ പ്രവർത്തിക്കുക. ഞാൻ അവരുടെ അടുക്കലേക്ക് ഒരു സമ്മാനവും കൊണ്ട് ആളയക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ദൂതന്മാർ മടങ്ങി വരുന്നത് എന്ന് നോക്കുകയുമാണ്. അങ്ങനെ അവൻ സുലൈമാൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ധനം കൊണ്ട് സഹായം നൽകുകയാണോ? എന്നാൽ എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് നിങ്ങൾക്കവൻ നൽകിയിട്ടുള്ളതിനേക്കാൾ ഉത്തമമായിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സമ്മാനം മൂലം സന്തോഷം കൊള്ളുന്നു. നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിക്കൊള്ളുക. തീർച്ചയായും നാം അവരുടെ അടുക്കൽ അവർക്ക് നേരിടുവാൻ കഴിവില്ലാത്ത സൈന്യങ്ങളുമായി വരുന്നതാണ്. നിസ്സാരന്മാരായിക്കൊണ്ട് നിന്ദ്യന്മാരായ നിലയിൽ അവിടെ നിന്നും നാം അവരെ പുറത്താക്കുക തന്നെ ചെയ്യും. 38. അദ്ദേഹം പറഞ്ഞു, ഹേ പ്രധാനികളെ, നിങ്ങളിൽ ഏതൊരുവനാണ് അവർ എൻ്റെ അടുക്കൽ മുസ്ലിങ്ങളായി വരുന്നതിന് മുമ്പ് അവളുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്നു തരിക. 39. ജിന്നുകളിൽപ്പെട്ട ഒരു ഇഫ്രീത്ത് പറഞ്ഞു, അങ്ങയുടെ സ്ഥാനത്തു നിന്നും അങ്ങൊന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഞാൻ അത് അങ്ങേക്ക് കൊണ്ടുവന്നു തരാം. നിശ്ചയമായും ഞാൻ അതിന് കഴിവുള്ളവനും വിശ്വസ്തനുമാണ്. തൻ്റെ പക്കൽ വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു ജ്ഞാനം ഉണ്ടായിരുന്നവൻ പറഞ്ഞു, താങ്കളുടെ ദൃഷ്ടി താങ്കളിലേക്ക് തിരിച്ചു വരും മുമ്പായി ഞാനത് താങ്കൾക്ക് കൊണ്ടുവന്നു തരാം. അങ്ങനെ അത് തൻ്റെ അടുക്കൽ സ്ഥിതി ചെയ്യുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ഞാൻ നന്ദി കാണിക്കുമോ അതല്ല ഞാൻ നന്ദികേട് കാണിക്കുമോ എന്ന് എന്നെ അവൻ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആരെങ്കിലും നന്ദി കാണിക്കുന്ന പക്ഷം അവൻ തനിക്കു തന്നെ വേണ്ടിയാണ് നന്ദി കാണിക്കുന്നത്. വല്ലവനും നന്ദികേട് കാണിക്കുന്നുവെങ്കിലോ എന്നാൽ നിശ്ചയമായും എൻ്റെ രക്ഷിതാവ് അനാശ്രയനാണ്, ഉത്കൃഷ്ടനുമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവൾക്ക് അവളുടെ സിംഹാസനം മാറ്റം വരുത്തുവീൻ. അവൾ നേർമാർഗം പ്രാപിക്കുമോ അഥവാ നേർമാർഗം പ്രാപിക്കാത്തവരിൽ പെട്ടവളായി തീരുമോ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അവൾ വന്നപ്പോൾ ചോദിക്കപ്പെട്ടു, നിങ്ങളുടെ സിംഹാസനം ഇതുപോലെയാണോ? അവൾ പറഞ്ഞു, അത് ഇതുതന്നെയാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് അറിവ് നൽകപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളാകുകയും ചെയ്തിരിക്കുന്നു. അവൾ അള്ളാഹുവിന് പുറമെ ആരാധിച്ചു വന്നിരുന്നത് അവളെ തടഞ്ഞു കളഞ്ഞതാണ്. നിശ്ചയമായും അവൾ അവിശ്വാസികളായ ഒരു ജനതയിൽപ്പെട്ടവളായിരുന്നു. കൊട്ടാരത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവളോട് പറയപ്പെട്ടു. എന്നിട്ട് അവൾ അത് കണ്ടപ്പോൾ അതൊരു ജലാശയമാണെന്ന് അവൾ കണക്കാക്കുകയും അവളുടെ ഇരു കണങ്കാലുകളിൽ നിന്നും നീക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇത് പളുങ്കുകളാൽ മിനുക്കിയുണ്ടാക്കപ്പെട്ട ഒരു കൊട്ടാരമത്രേ. അവൾ പറഞ്ഞു, രക്ഷിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ കീഴ്പ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് കഥ. പക്ഷേ കഥ സാധാരണ നമ്മൾ വികസിപ്പിച്ച് എഴുതുക എന്നും പറഞ്ഞ് പണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കഥയുടെ അസ്ഥിവാരം കൊടുക്കുമല്ലോ. എന്നിട്ട് പിന്നെ നമ്മളാണല്ലോ കഥയ്ക്ക് ഇറച്ചിയും തോലുമൊക്കെ വെച്ചിട്ട് കഥയാക്കി മാറ്റുന്നത്. അതുപോലെ ഇത് ഒരു കഥയുടെ അസ്ഥിവാരം മാത്രമാണ്. ഭാഷാപരമായി നോക്കിയാൽ, ഗ്രാമർ അനുസരിച്ച് നോക്കിയാലും കുറേ ബ്രാക്കറ്റുകൾ ഇട്ടിട്ടാണ് ഈ കഥയുടെ അസ്ഥിവാരത്തിന് തന്നെ അർത്ഥമുണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ആ ബ്രാക്കറ്റെല്ലാം ഒഴിവാക്കിയിട്ടാണ് വായിച്ചത്. അതുകൊണ്ട് ഒറ്റ വായനയിൽ ഇത് കേട്ടാൽ എന്താണ് കഥ എന്നാർക്കും പെട്ടെന്ന് ഒരു പിടിയും കിട്ടില്ല. ഇനി ബ്രാക്കറ്റ് ചേർത്ത് വായിച്ചാലും ഈ കഥയുടെ പൂർണ്ണരൂപം ഇതിനകത്തില്ല. വളരെ ഭാഗികമായിട്ട് കഥ പറഞ്ഞിരിക്കുകയാണ്. ബാക്കി കഥകൾ അന്വേഷിച്ച് നമ്മൾ വേറെ കിതാബുകളിൽ പോകണം. ഈ ഖുറാനിൽ തന്നെ ഇതേ കഥ ഇനി വേറെ സ്ഥലങ്ങളിൽ ആവർത്തിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ചും കൂടെയൊക്കെ വിവരങ്ങൾ കിട്ടും. പക്ഷേ എന്നാലും കഥ പൂർണ്ണമാവില്ല. പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ കഥാപുസ്തകങ്ങളിലേക്ക് വേറെ പോകണം. അങ്ങനെയുള്ള ഒരുപാട് കഥാപുസ്തകങ്ങൾ ഇസ്ലാമിൻ്റെ കിസ്സാഹകാരന്മാരും ചരിത്രകാരന്മാരും എഴുതി വച്ചിട്ടുണ്ട്. ആ കഥകളെല്ലാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കഥകൾ തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിങ്ങൾ എഴുതി വച്ചിട്ടുള്ള ഇസ്ലാമിക കഥകളിൽ തന്നെ ഈ കഥകൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി ഈ കഥയുടെ ഒറിജിൻ നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ
അതിൻ്റെ ഒറിജിൻ 2-3 തരത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒന്ന്, ബൈബിളിൽ ഈ കഥയുണ്ട്. പക്ഷേ ബൈബിളിലുള്ള കഥയും ഇപ്പോൾ നമ്മൾ വായിച്ച ഖുർആനിലെ കഥയും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല. അല്പസ്വല്പം ബന്ധങ്ങളുണ്ട്. പക്ഷേ അത് വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വളരെയധികം മാറ്റം വരുത്തിയിട്ട് മുഹമ്മദ് പതിവ് പോലെ മുഹമ്മദിൻ്റെ കഥയാക്കി മാറ്റിയതായിട്ട് കാണാം. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കല്ല് വെച്ച നുണകളാണ്. കുറേ കാര്യങ്ങൾ മുഹമ്മദ് സ്വന്തമായി മെനഞ്ഞുണ്ടാക്കിയ വേർഷനാണ്. വേറെ കുറേ കാര്യങ്ങൾ മുഹമ്മദിന് കിട്ടിയിട്ടുള്ള വ്യത്യസ്തമായ കഥകൾ മിക്സ് ചെയ്തിട്ടുള്ളതുമാണ്. ബൈബിളിൽ സോളമൻ്റെ കഥയിൽ ഒരു ഷേബാരാജ്ഞിയുടെ കഥ കൂടി വരുന്നുണ്ട്. ഈ ഷേബാരാജ്ഞി സോളമനെ കാണാൻ വന്നു എന്നും അങ്ങനെ അവിടെ സോളമനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള അത്ഭുത കഥകളൊക്കെ ബോധ്യപ്പെട്ടു അവർ തിരിച്ചുപോയി എന്നും പറയുന്ന ഒരു ഭാഗം ബൈബിളിലുണ്ട്. പലയിടത്തായിട്ട് പല രീതിയിൽ പറയുകയും പിന്നെ അതിൻ്റെ അനുബന്ധ കഥകളായിട്ട് ഒരുപാട് കെട്ടുകഥകൾ പ്രചരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമാണ് ഈ ഷേബാരാജ്ഞിയും സോളമനും തമ്മിലുള്ള ബന്ധം. ബൈബിളിലെ രാജാക്കന്മാർ 1 അതിലെ അധ്യായം 10 കുറച്ച് വാക്യങ്ങൾ ഈ ഷേബാരാജ്ഞിയുടെ കഥ പറയുന്നുണ്ട്. ഞാനത് വായിക്കാം. ഷേബാരാജ്ഞി യഹോവയുടെ നാമം സംബന്ധിച്ച് ശലോമോനുള്ള കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതിന് വന്നു. അവൾ അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ യെരുശലേമിൽ വന്നു. അവൾ ശലോമോൻ്റെ അടുക്കൽ വന്ന ശേഷം തൻ്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു. അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു. സമാധാനം പറവാൻ കഴിയാതെ ഒന്നും രാജാവിന് മറപൊരുളായിരുന്നില്ല. ശബാരാജ്ഞി ശലോമോൻ്റെ സകല ജ്ഞാനവും അവൻ പണിതാരമനയും അവൻ്റെ മേശയിലെ ഭക്ഷണവും അവൻ്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവൻ്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവൻ്റെ പാനപാത്രവാഹകന്മാരെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവൻ്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്നുപോയി. അവൾ രാജാവിനോട് പറഞ്ഞതു എന്തെന്നാൽ, നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എൻ്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ. ഞാൻ വന്നു എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതുവരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല. എന്നാൽ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ട കീർത്തിയേക്കാൾ നിന്റെ ജ്ഞാനവും ധനവും അധികമാകുന്നു. നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ. നിന്റെ മുമ്പിൽ എപ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഈ നിന്റെ ഭൃത്യന്മാരും ഭാഗ്യവാന്മാർ. നിന്നെ ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ ഇരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ച നിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. യഹോവ ഇസ്രായേലിനെ എന്നേക്കും സ്നേഹിക്കൊണ്ടും നീതിയും ന്യായവും നടത്തേണ്ടതിനു നിന്നെ രാജാവാക്കിയിരിക്കുന്നു. അവൾ രാജാവിന് 120 താലന്ത് പൊന്നും അനവധി സുഗന്ധവർഗവും രത്നവും കൊടുത്തു. ശെബാരാജ്ഞി ശലോമോൻ രാജാവിന് കൊടുത്ത സുഗന്ധവർഗം പോലെ അത്ര വളരെ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. ഓഫീരിൽ നിന്ന് പൊന്നുകൊണ്ടുവന്ന ഹീരാമിൻ്റെ കപ്പലുകൾ ഓഫീരിൽ നിന്ന് അനവധി ചന്ദനവും രത്നവും കൊണ്ടുവന്നു. രാജാവ് ചന്ദനം കൊണ്ട് യഹോവയുടെ ആലയത്തിനും രാജധാനിക്കും വഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി. അങ്ങനെയുള്ള ചന്ദനമരം ഇന്നുവരെ വന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ശലോമോൻ രാജാവ് സ്വമേധയാ ശെബാരാജ്ഞിക്ക് രാജൗചിത്യം പോലെ കൊടുത്തതുകൂടാതെ അവൾ ആഗ്രഹിച്ച് ചോദിച്ചതുമെല്ലാം ശലോമോൻ രാജാവ് അവൾക്ക് കൊടുത്തു. അങ്ങനെ അവൾ തൻ്റെ ഭൃത്യന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ബൈബിളിലെ ഷേബാരാജ്ഞി എന്ന് പറയുന്ന ആ കഥാപാത്രത്തെക്കുറിച്ചും സോളമൻ എന്ന രാജാവിനെക്കുറിച്ചുമുള്ള കഥയാണ്. ഷേബാരാജ്ഞിയെക്കുറിച്ച് ഒരുപാട് കഥകൾ ആ നാട്ടിലെല്ലാം പ്രചരിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥ ചരിത്രത്തിൽ അങ്ങനെ ഒരു രാജ്ഞിയോ അങ്ങനെ ഒരു രാജ്യമോ എവിടെയായിരുന്നു, ഏത് കാലത്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നതിനൊന്നും ഒരു തെളിവും യഥാർത്ഥ ചരിത്രരേഖകളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ശേബാരാജ്ഞിയുടെ കഥയ്ക്ക് തെളിവ് അന്വേഷിച്ചുകൊണ്ടുള്ള ജിയോളജിക്കൽ പര്യവേഷണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല സ്ഥലത്ത് തുടരുന്നുണ്ട്. ഇതിൽ പറയപ്പെടുന്നത് ഒന്ന്, ബൈബിളിൽ തെക്കിൻ്റെ റാണി എന്ന പേരും കൂടെ ഇതിന് ഈ ശേബാരാജ്ഞിക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറേബ്യയുടെ തെക്ക് ഭാഗത്തുള്ള യമനിൽ സോളമൻ്റെ കാലത്ത് ഭരണം നടത്തിയിരുന്ന ഒരു രാജ്ഞിയെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് ബൈബിൾ കഥകളിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ഇത് യമനിലെ രാജ്ഞിയല്ല, എത്യോപ്യയിലെ ഒരു രാജ്ഞിയായിരുന്നു എന്ന് പറയുന്ന കഥകളും അറേബ്യയിലും ഈ പ്രദേശങ്ങളിൽ, ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ പ്രചരിച്ചിരുന്നു. അതല്ല, നൈജീരിയയിൽ നിന്നാണ് ഈ രാജ്ഞി സോളമനെ കാണാൻ പോയത് എന്നൊക്കെ പറയുന്ന പലതരം കഥകൾ
ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇസ്ലാം ചരിത്രത്തിൽ ഈ രാജ്ഞിക്ക് ബിൽക്കീസ് എന്നാണ് പേര് പറയുന്നത്. ഷേബ എന്ന ദേശത്ത്, സബാഹ് എന്ന ദേശത്ത് ഭരിച്ചിരുന്ന ബിൽക്കീസ് എന്ന രാജ്ഞിയാണ് ഇത് എന്നാണ് ഇസ്ലാം ചരിത്രത്തിൽ കാണുന്നത്. വേറെയും പല പേരുകൾ ഈ രാജ്ഞിക്കുണ്ട്. അപ്പോൾ യമനിലാണോ, എത്യോപ്യയിലാണോ, നൈജീരിയയിലാണോ ഒന്നും അറിയില്ല. ഇവരുടെ ശരിയായ പേരെന്താണെന്ന് അറിയില്ല. ഒരു ഊരും പേരുമില്ലാത്ത ഒരു രാജ്ഞിയുടെ കഥയാണ് ഇത്. ഇത് ബൈബിളിൽ വന്നിട്ടുണ്ട്. പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും പ്രചാരത്തിലുണ്ടായിരുന്നു. സോളമൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തി ബൈബിളിൽ വന്ന കഥ എന്താണ് എന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് ഖുർആനിൽ പറയുന്ന ഈ കഥയും ബൈബിളിൽ പറഞ്ഞ കഥയും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല എന്ന് മനസ്സിലായത്. ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചതിനകത്ത് പറഞ്ഞത് സുലൈമാൻ എന്ന് പറയുന്ന നബിക്ക്, ഖുർആനിലാണ് സുലൈമാൻ നബിയാകുന്നത്. ചരിത്രത്തിൽ സോളമൻ ഒരു രാജാവാണ്. ബൈബിളിൽ സോളമൻ ഒരു ദൈവീകമായിട്ടുള്ള സിദ്ധികളുള്ള ഒരു രാജാവായിരുന്നു. ഇത് സോളമൻ മാത്രമല്ല, ആ കാലഘട്ടങ്ങളിൽ എല്ലാ രാജാക്കന്മാർക്കും ദൈവിക സിദ്ധികളുണ്ടായിരുന്നു. ആ കാലത്തിന് ശേഷം പിന്നീടും വളരെ അടുത്ത കാലം വരെയും എവിടെയും രാജാക്കന്മാർ ഭരിച്ചിരുന്നത് അവർ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തവരാണെന്നും അവർ തന്നെയാണ് കാണപ്പെട്ട ദൈവങ്ങളെന്നും അവരിലൂടെ നാട് ഭരിക്കുന്നത് ദൈവങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് പണ്ട് രാജാക്കന്മാരെല്ലാം ഭരണം നടത്തിയിരുന്നത്. അതേപോലെ സോളമനും ദൈവത്തിൻ്റെ പേരിലാണ് ഭരണം നടത്തിയിരുന്നത്. ദൈവം സോളമന് പ്രത്യേകമായിട്ടുള്ള സിദ്ധി കൊടുത്തിട്ടുണ്ടെന്നും ദൈവമാണ് സോളമനെ അധികാരത്തിലേറ്റിയത് എന്നൊക്കെയുള്ള കഥകളാണ് ബൈബിളുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അത് സോളമൻ്റെ കാലത്ത് സോളമൻ്റെ സഹോദരൻ രാജാവായി ആവാൻ ശ്രമിക്കുകയും സോളമൻ അവനെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കഥ ബൈബിളിലുണ്ട്. അപ്പോൾ ഈ സഹോദരനും പറഞ്ഞത് ദൈവമാണ് അവനെ തിരഞ്ഞെടുത്തത് എന്നാണ്. പക്ഷേ അങ്ങനെ ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ സമ്മതിക്കാതെ സോളമൻ അയാളെ കൊന്നതിന് ശേഷം ദൈവം തിരഞ്ഞെടുത്തത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട് ഭരിച്ചു എന്നൊക്കെയാണ് കഥ. അപ്പോൾ ഈ സോളമൻ്റെ കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഖുർആനിലെ അനുബന്ധ കഥകളിലും പറയുന്നത് സോളമന് ഒരുപാട് ജിന്നുകളുടെ സഹായം ഉണ്ടായിരുന്നു. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ഭൂതപ്രേത പിശാചുക്കൾ തുടങ്ങിയിട്ടുള്ള ശക്തികളൊക്കെ ഈ സോളമൻ്റെ രാജ്യഭരണത്തിൽ സോളമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചുറ്റുമുണ്ടായിരുന്നു. സോളമൻ്റെ സൈന്യത്തിൽ തന്നെ മനുഷ്യരുടെ കൂടെ ഈ ജിന്നുകളുണ്ടായിരുന്നു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അതുകൂടാതെ സോളമന് നാട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളും പ്രത്യേകമായിട്ട് സോളമനുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അവരും സോളമനെ യുദ്ധത്തിനും അതുപോലെ സാമ്രാജ്യം വികസിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൂടാതെ സോളമന് വലിയ ജ്ഞാനമുണ്ടായിരുന്നു. പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വലിയ വിജ്ഞാനമുണ്ടായിരുന്നു. സോളമന് വളരെ ആകർഷകമായിട്ടുള്ള കൊട്ടാരങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ സോളമനാണ് ജെറുസലേമിൽ ആദ്യം വലിയൊരു ക്ഷേത്രം അവരുടെ ജൂതന്മാർക്ക് ആരാധിക്കാൻ വേണ്ടി, യഹോവയെ ആരാധിക്കാൻ വേണ്ടിയിട്ട്, യഹോവയ്ക്ക് ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ക്ഷേത്രം ആദ്യമായിട്ട് പണിതത്, ജെറുസലേമിൽ പണിതത് സോളമനാണെന്ന് പറയുന്നു. സോളമൻസ് ടെമ്പിൾ എന്ന് തന്നെയാണ് അതിനെ അറിയപ്പെട്ടിരുന്നത്. അത് പിന്നീട് പല പ്രാവശ്യം തകർക്കപ്പെട്ടു. AD 1-ാം നൂറ്റാണ്ടിൽ റോമക്കാർ തകർത്തിട്ടു. അപ്പോൾ അതിൻ്റെ തറ മാത്രമേ അവിടെ ഉള്ളൂ. ആ തറേൻ്റെ മുകളിലാണ് പിന്നീട് 7-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ പോയിട്ട് അവരെ പള്ളി സ്ഥാപിച്ചത്. അതാണ് ഇപ്പോൾ അവിടുത്തെ ജെറുസലേമിലെ അവസ്ഥ. എന്തായാലും ഈ കഴിവുകളൊക്കെ ഉണ്ടായിരുന്ന സോളമനെ ഉറുമ്പുകളും പലതരത്തിലുള്ള ജീവികളും സഹായിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു കെട്ടുകഥയാണ് ഈ ഖുർആനിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സോളമൻ ഇങ്ങനെ ഒരു സൈന്യവുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഉറുമ്പുകൾ അവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഉറുമ്പുകളെ നിങ്ങളെല്ലാവരും കൂട്ടിൽ പോയി ഒളിച്ചോളിയും, ഇവിടെ സോളമനും കൂട്ടരും വരുന്നുണ്ട്, നിങ്ങളെ ചവിട്ടി ചതയ്ക്കും എന്ന് വിളിച്ചു പറയുമ്പോൾ ഈ സോളമൻ ആ ഉറുമ്പ് വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ചിരിക്കുന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതാണ് ഈ അധ്യായത്തിന് ഉറുമ്പ് എന്ന് പേര് പറയാൻ കാരണം. ഉറുമ്പുകളുമായിട്ട് വർത്തമാനം പറയുകയും ഉറുമ്പുകൾ സോളമനെ തിരിച്ചറിയുകയും സോളമൻ്റെ സൈന്യം വരാൻ പോകുന്നു എന്നുള്ളത് മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൂടാതെ ഈ കഥയിൽ ഇപ്പോൾ നമ്മൾ വായിച്ചത് സോളമനെ സഹായിക്കുന്ന പക്ഷികളുണ്ടായിരുന്നു. പലതരം പക്ഷികൾ സോളമനെ സഹായിച്ചിരുന്നു. അതിൽ പക്ഷികളെല്ലാം രാവിലെ മൂപ്പര് വിളിച്ചു കൂട്ടിയപ്പോൾ അതിൽ ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷിയെ കാണാനില്ല, മരക്കൊത്തൻ. ഈ മരംകൊത്തിയെ കാണാനില്ല. അപ്പോൾ മരംകൊത്തി അവിടെ പോയി, മരംകൊത്തിയെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് സോളമൻ ചൂടാവുന്നു. അപ്പോൾ വേറെ ഒരു പക്ഷി, അതൊന്നും ഇതിൽ പറയുന്നില്ല, അനുബന്ധ കഥകളിൽ പറയുന്നു, വേറൊരു പക്ഷി സോളമന് അന്വേഷിക്കാൻ വിട്ടു എന്നും ആ പക്ഷി ഇങ്ങനെ പോയപ്പോൾ യമൻ്റെ ഭാഗത്തുനിന്ന് ഈ ഹുദ്ഹുദ് പറന്നു വരുന്നത് കണ്ട് ആ വിവരം സോളമനോട് വന്ന് പറഞ്ഞ് അങ്ങനെ കുറേ സമയം വൈകിട്ടാണെങ്കിലും ഈ മരംകൊത്തി സോളമൻ്റെ അടുത്ത് പറന്നു വന്നു
എന്നിട്ട് മരംകൊത്തിയോട് സോളമൻ എന്താ അത്ര വൈകിയത് എന്ന് ചോദിച്ചപ്പോൾ വൈകാനുള്ള കാരണം മരംകൊത്തി പറയുകയാണ്, ഞാൻ നിങ്ങളാരും കണ്ടിട്ടില്ലാത്തൊരു ദേശം പോയി കണ്ടു, നിങ്ങൾക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു രാജ്ഞിയുണ്ട്, ഭയങ്കര സുഭിക്ഷമായിട്ട് രാജ്യം ഭരിക്കുന്നു, അവർക്ക് ഒരുപാട് സ്വർണവും മറ്റു എല്ലാ സമ്പത്തും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ അവർ ആരാധിക്കുന്നത് സൂര്യനെയാണ് എന്നൊക്കെ ഈ മരംകൊത്തി സോളമനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സോളമൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മരംകൊത്തിയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയക്കാണ്. മുഹമ്മദ് നബിയുടെ പരിപാടി അങ്ങനെയായിരുന്നു. മദീനയിൽ നിന്ന് മുഹമ്മദ് ഓരോ ഭരണാധികാരികൾക്ക് ഓരോ കത്താണ്ട് കൊടുത്തയക്കും. ഞങ്ങൾ ഇതാ വരുന്നു, ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കശാപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു കത്താണ്ട് കൊടുത്തയക്കും. കത്തിൻ്റെ പിന്നാലെ സൈന്യം അങ്ങോട്ട് പുറപ്പെടാതായിരുന്നു മുഹമ്മദിൻ്റെ രീതി. അതേ രീതിയായിരുന്നു ഇവർക്കും എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മരംകൊത്തിയെ ഒരു കത്തും കൊണ്ട് ഈ ഷേബ രാജ്ഞിയുടെ അടുത്തേക്ക് സോളമൻ പറഞ്ഞയക്കുന്നത്. കത്തിൽ ഉള്ളടക്കം നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും സൈന്യത്തിനും കൊണ്ട് എന്നുള്ള ഭീഷണിയാണ് കത്തിൽ. ഈ ഇസ്ലാം മതം സ്വീകരിച്ചോളൂ എന്ന് സോളമൻ പറഞ്ഞു നോക്കുന്നത് പക്കാ നുണയാണ്. കാരണം സോളമൻ ഇസ്ലാം മതം എന്ന് കേട്ടിട്ട് പോലും ഇല്ല. സോളമൻ ഇസ്ലാം മതക്കാരനായിരുന്നില്ല, സോളമൻ ജൂതമതക്കാരനായിരുന്നു, സോളമൻ്റെ ദൈവം അള്ളാഹു ആയിരുന്നില്ല, സോളമൻ്റെ ദൈവം യഹോവയായിരുന്നു. ഇതാണ് നമുക്കൊക്കെ അറിയാവുന്ന കഥ, ബൈബിളിലെ കഥ. പക്ഷെ അതിനെല്ലാം മുഹമ്മദ് എന്ത് ചെയ്തു വെച്ചാൽ ഈ ജൂതന്മാരുടെ കഥയും ക്രിസ്ത്യാനികളുടെ കഥയും ഒക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് മൂപ്പരുടെ അള്ളാഹുവിൻ്റെ കഥയാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത്. ആ മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നുണയെല്ലാം പറയുന്നത്. സോളമൻ ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞു, കത്തയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് മരംകൊത്തി ഈ കത്തും കൊണ്ട് പോവുകയാണ്. മരംകൊത്തി കത്തും കൊണ്ട് പോയിട്ട് ഈ ശേബാരാജ്ഞിയുടെ റൂമിൽ കടന്നിട്ട് ശേബാരാജ്ഞിയുടെ നെഞ്ചത്ത് ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ അവൾ ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ബേജാറാവുന്നു. എന്നിട്ട് അവൾ ഈ സോളമൻ്റെ അടുത്തേക്ക് കുറേ സ്വർണവും അതുപോലെ കുറേ സുഗന്ധദ്രവ്യങ്ങളും മറ്റു സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് കുറേ പരിചാരകരെയൊക്കെ ആയിട്ട് സോളമൻ്റെ അടുത്തേക്ക് ഒരു സംഘത്തെ ആദ്യം പറഞ്ഞയക്കുന്നു. ഇതൊക്കെയാണ് ഖുർആനിലെ കഥ കേട്ടോ. ബൈബിളിലെ കഥ ഒക്കെ വ്യത്യസ്തമാണ്, അത് ഞാൻ വേറെ പറയാം. സോളമൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഈ ആളുകളെ പറഞ്ഞയച്ചു. സോളമൻ പക്ഷേ ഈ സമ്മാനമൊന്നും സ്വീകരിച്ചിട്ടില്ല. സമ്മാനമൊന്നുമല്ല എനിക്ക് വേണ്ടത് ഒരു ഇസ്ലാമിൽ ചേരുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മടക്കി അയച്ചു. അങ്ങനെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് പിന്നെ ഈ രാജ്ഞി സോളമൻ്റെ കൊട്ടാരത്തിലെത്തി എന്നൊക്കെയാണ് ഖുർആനിലൂടെ ഈ കഥ പറയുന്നത്. അങ്ങനെ കൊട്ടാരത്തിലെത്തിയ രാജ്ഞിയെ അത്ഭുതപ്പെടുത്തുന്ന ചില വിദ്യകളൊക്കെ സോളമനോട് ഒപ്പിച്ചു. സോളമന് ജിന്നുകളുടെ സഹായം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതുപോലെ പക്ഷികളുടെയും ജന്തുക്കളുടെയും ഒക്കെ സഹായം ഉണ്ടായിരുന്നു. മൂപ്പരുടെ സൈന്യത്തിലൊക്കെ ഈ ജിന്നുകൾ എന്ന് പറയുന്ന ഈ ഭൂതങ്ങളും അതിൻ്റെ കൂടെ ധാരാളം മൃഗങ്ങളും പക്ഷികളും ഒക്കെ സൈന്യത്തിലുണ്ടായിരുന്നു. ഉറുമ്പുകളടക്കം സൈന്യത്തിൽ സേവനം ചെയ്തു എന്നൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ജിന്നുകൾ ചെയ്ത ഒരു അത്ഭുതം പറയുന്നുണ്ട്. അതെന്താണ്? സോളമൻ ശേബാരാജ്ഞിയെ അങ്ങോട്ട് വിളിച്ചപ്പോൾ രാജ്ഞി അവിടുന്ന് പുറപ്പെട്ട് വരുന്നതിൻ്റെ കൂടെ തന്നെ അത്ഭുതം കാണിച്ച് ഇവരെ അമ്പരപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഫ്രീത്ത് എന്ന് പേരുള്ള ഒരു മല്ലനായ ജിന്നിനോട് സോളമൻ രാജ്ഞിയുടെ സിംഹാസനം സോളമൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കാൻ പറയുകയാണ്. അപ്പോൾ ഈ ഇഫ്രീത്ത് എന്താണ്? ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന് നേരെ പോയിട്ട് സിംഹാസനം കൊണ്ടുവന്നിട്ട് അവൾ ജെറൂസലേമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ജെറൂസലേമിലെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. എന്നിട്ട് അതിന് അല്ലറ ചില്ലറ മാറ്റമൊക്കെ വരുത്തിയിട്ട് ഇവൾ വരുമ്പോൾ സോളമൻ ചോദിക്കുകയാണ്, ഈ സിംഹാസനം നിൻ്റെ സിംഹാസനം ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് അത്ഭുതപ്പെട്ടുകൊണ്ട് ഇത് എൻ്റെ സിംഹാസനം പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ നുണക്കഥകൾ, ജിന്ന് കഥകൾ കൂട്ടിച്ചേർത്തുകൊണ്ടും പിന്നെ വെള്ളത്തിൻ്റെ മുകളിൽ ഗ്ലാസ് പതിച്ചിട്ട് അത് വെള്ളമാണെന്ന് വിചാരിച്ച് അതിൻ്റെ മേലെ നടക്കാൻ പറഞ്ഞു. അപ്പോൾ നടന്നപ്പോൾ തുണി പൊക്കിയപ്പോൾ കാല് കണ്ടു. അങ്ങനെ ഒക്കെയുള്ള കഥകളുണ്ട്. ഈ കാല് കാണലിൻ്റെ പിന്നിലൊക്കെ വേറെ കുറേ സംഭവങ്ങളുണ്ട്. അതായത് ഇവർ സാധാരണ മനുഷ്യ സ്ത്രീ ആയിരുന്നില്ല എന്നും അവർ ജിന്നായിരുന്നു എന്നും അവിടെ വിശ്വസിച്ചിരുന്നു. സോളമനൊക്കെ അങ്ങനെ കേട്ടിരുന്നു. അവളുടെ കാലിൽ നിറയെ രോമങ്ങളുണ്ടെന്നും കാലിങ്ങനെ ഇരട്ടക്കുളമ്പുള്ള കാലാണെന്നും അതുകൊണ്ട് ഇവർ മനുഷ്യനല്ല ജിന്നാണ് എന്നൊക്കെ അവിടെ പ്രചരിച്ചിരുന്നു. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വേല ഒപ്പിച്ചത്, ആ കാല് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാല് കണ്ടപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് മനസ്സിലായി എന്നൊക്കെ പലതരത്തിലുള്ള ഈ കഥകളുണ്ട്. ഇതിൻ്റെ അനുബന്ധ കെട്ടുകഥകൾ ഒരുപാടുണ്ട്, അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. എന്തായാലും അങ്ങനെ ഈ രാജ്ഞി അവിടെ പോയിട്ട് ഇയാളുമായിട്ട് സന്ധി ചെയ്ത് അയാളുടെ മതം സ്വീകരിച്ചു എന്നും
അതിന് ശേഷമുള്ള കഥക്ക് പിന്നെ പല വേർഷൻ ഉണ്ട്. ഒരു കഥയിൽ പറയുന്നത് അവരവിടെ തന്നെ താമസിച്ച് സോളമൻ അവരെ കല്യാണം കഴിച്ച് അവൾക്ക് ഗർഭമുണ്ടായി, ഒരു കുട്ടീനെ അവിടെ പ്രസവിച്ച്, എന്നിട്ട് ആ കുട്ടിയെ ഇസ്രായേലിലെ രാജാവാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ അവിടുത്തെ ജൂതന്മാരായിട്ടുള്ള വലിയ പുരോഹിതന്മാരും മറ്റും അതിനെ എതിർത്തു. ഇവർ വേറെ ദൈവങ്ങളെ ആരാധിക്കുന്ന കൂട്ടരായതുകൊണ്ട് നമ്മൾ ഇസ്രായേലിന് അത് പറ്റൂല, കാരണം യഹോവ നമ്മളോട് പറഞ്ഞിട്ടുള്ള കരാറിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഈ രാജ്ഞി കുട്ടിയെയും കൊണ്ട് തിരിച്ച് എത്യോപ്യയിലേക്ക് പോയി. അങ്ങനെ എത്യോപ്യയിൽ പിന്നെ ആ കുട്ടി അവിടുത്തെ ഒരു രാജാവായി. എത്യോപ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള മെനേലിക് രാജവംശം എന്ന് പറയുന്ന രാജവംശത്തിൻ്റെ സ്ഥാപകനായിട്ട് മെനേലിക് ഒന്നാം ചക്രവർത്തിയായി മാറിയത് ഈ സോളമൻ്റെ കുട്ടിയായിട്ട് ശേബാരാജ്ഞി പ്രസവിച്ച കുട്ടിയാണ് എന്നൊക്കെ എത്യോപ്യൻ കഥയിലുണ്ട്. ഖുറാനിൽ പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഖുറാനിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നിടത്ത് എന്നാൽ പിന്നെ അങ്ങനെ കഥ പറഞ്ഞു പോവുകയാണ്. ബൈബിളിലാണെങ്കിൽ ഈ ഗർഭം ധരിച്ചു, പ്രസവിച്ചു, അവിടെ നിന്ന് കുട്ടി ഉണ്ടായി എന്നൊക്കെ ബൈബിളിൻ്റെ ചില അനുബന്ധ കഥകളിലും ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ബൈബിളിൽ നേരിട്ട് വായിക്കുമ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. അവരവിടെ വന്നു, കുറച്ച് ദിവസം അവിടെ താമസിച്ച് അവർ ഈ സോളമൻ്റെ സോളമൻ്റെ ബുദ്ധിശക്തി പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബൈബിളിലെ കഥകൾ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങളുണ്ട്. ചില വസ്തുക്കളെയും ചില ജീവികളെയും ഒക്കെ തിരിച്ചറിയാനുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായ കഴിവ്, അതുപോലെ തന്നെ ന്യായം വിധിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിസാമർഥ്യം, ഇതിൻ്റെയൊക്കെ ചില തെളിവുകൾ അതിനകത്ത് ബൈബിളിൽ പറയുന്നുണ്ട്. ഒരു 2 സ്ത്രീകൾ ഒരു കുട്ടിയുടെ അവകാശവാദമായിട്ട് വന്നപ്പോൾ ആ കുട്ടിയെ പിളർന്ന് രണ്ടാക്കും പകുതിയും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ തള്ളയായിട്ടുള്ള സ്ത്രീ അങ്ങനെ വേണ്ട, ഇവൾക്ക് തന്നെ കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ തള്ളയെ തിരിച്ചറിഞ്ഞിട്ട് കുട്ടിയെ അവൾക്ക് കൊടുത്തു. അങ്ങനെ നീതി നടപ്പിലാക്കി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ ശേബാരാജ്ഞി അവിടെ കൊണ്ടുപോയിട്ട് 2 ബൊക്കകൾ, ഒരേപോലത്തെ പൂക്കളുള്ള 2 ബൊക്കകൾ കൊണ്ടുവച്ചിട്ട് ഇതിൽ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്, അതിലേതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ദൂരെ നിന്ന് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിച്ച് സോളമനെ പരീക്ഷിച്ചു. അപ്പോൾ സോളമൻ ആ ബൊക്കകൾ കൊണ്ടുപോയിട്ട് പൂന്തോട്ടത്തിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ പൂന്തോട്ടത്തിൽ അത് കൊണ്ടുവച്ച് കുറച്ച് നേരം നിരീക്ഷിച്ചപ്പോൾ ഒന്നിൽ പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ വന്നിരിക്കുന്നത് കണ്ടു, മറ്റേതിൽ അവരൊന്നും വരുന്നില്ല. അപ്പോൾ ആ പൂമ്പാറ്റയും തേനീച്ചയൊക്കെ ഇരിക്കുന്ന ബൊക്കയാണ് ഒറിജിനൽ എന്ന് സോളമൻ കണ്ടെത്തി. ഇങ്ങനെയുള്ള കുറേ സോളമൻ്റെ ബുദ്ധിശക്തിയെ പരീക്ഷിച്ച് സോളമൻ വിജയിക്കുന്ന കുറേ കഥകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവള് അവിടുന്ന് അവളുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. അവിടെ സോളമൻ ഇവളെ മതം മാറ്റുന്നതായിട്ട് ബൈബിളിൽ എവിടെയും പറയുന്നില്ല. അവളുടെ മതക്കാരിയായിട്ടും അവളുടെ ദൈവങ്ങളെ ആരാധിക്കുന്നവളായിട്ടും തന്നെയാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ സോളമൻ്റെ കാര്യത്തിൽ ബൈബിളിൽ കഥ പറയുമ്പോൾ സോളമൻ യഹോവയുടെ യഥാർത്ഥ കരാറ് ലംഘിച്ചുകൊണ്ട് ഒരുപാട് അന്യദൈവങ്ങളെ ആരാധിക്കുകയും അന്യദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് പിന്നീട് ഇസ്രായേൽ 12 രാജ്യങ്ങളായിട്ട് പിളരുകയും ഇസ്രായേൽ തകർന്നു പോവുകയും മറ്റു സാമ്രാജ്യങ്ങൾ വന്നിട്ട് ഇസ്രായേലിനെ തകർക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ് ബൈബിൾ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അതായത് അന്യദൈവങ്ങളെ ആരാധിക്കുകയും അന്യദൈവങ്ങളെ ആരാധിക്കുന്ന പെണ്ണുങ്ങളെ ഈ സോളമൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ആ പെണ്ണുങ്ങൾ സോളമൻ്റെ കൊട്ടാരത്തിലും സോളമൻ്റെ അമ്പലത്തിലും ഒക്കെ വേറെ ദൈവങ്ങളെ വെച്ച് ആരാധിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ തകർന്നു പോയത് എന്നാണ് കഥയാണ് ബൈബിളിലുള്ളത്. സോളമന് പെണ്ണ് കെട്ടലായിരുന്നു പ്രധാന ജോലി. സോളമന് 1000 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ യഹോവയുടെയും ഈ ഇസ്രായേലിയരുടെ ശത്രുവായിട്ടുള്ള ഫറവോൻ്റെ മകളെ വരെ സോളമൻ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അക്കൂട്ടത്തിൽ ഈ അഗ്നി ആരാധകയായിരുന്ന ശേബാരാജ്ഞിയെയും കല്യാണം കഴിച്ചു എന്നുള്ള വെർഷനും പറയുന്നുണ്ട്. അങ്ങനെ ഓരോ പെണ്ണുങ്ങളെയും പല സ്ഥലത്തു നിന്നും കെട്ടിക്കൊണ്ടുവന്ന് ആ പെണ്ണുങ്ങൾ അവരവരുടെ ദൈവങ്ങളെ ഇവിടെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊക്കെ ഇയാൾ സൗകര്യം ചെയ്തു കൊടുത്തു. കാരണം ഈ പെണ്ണുങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പെണ്ണുങ്ങളുടെ ദൈവങ്ങളെയും മൂപ്പര് കുറേശ്ശെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അവരെ ആരാധിക്കാനും സൗകര്യം ചെയ്തു കൊടുക്കാനൊക്കെ തുടങ്ങി. അതിൽ യഹോവ കോപിച്ചു. ആ കോപം കാരണമാണ് ഇസ്രായേലിൻ്റെ ഈ ഇന്നത്തെ അവസ്ഥയൊക്കെ ഉണ്ടായത് എന്നാണ് ബൈബിൾ പറയുന്നത്. അതൊന്നുമല്ല ഇസ്ലാമിൻ്റെ കഥയിൽ പറയുന്നത്. ഇസ്ലാമിൻ്റെ കഥയിൽ ഇസ്ലാമിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് മരക്കൊത്തൻ്റെ അടുത്ത് കത്ത് കൊടുത്തയച്ചു. അങ്ങനെ അവൾ ആദ്യം സമ്മാനങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ അതിൽ നിന്ന് മനസ്സിലായി കാര്യങ്ങളൊക്കെ. അപ്പോൾ രണ്ടാമത് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു എന്നൊക്കെയാണ് ഇസ്ലാമിലെ കഥ പറയുന്നത്. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറേ കഥകളുടെ ഒരു അവിയലായിട്ടാണ് ഈ ബൈബിളും ഈ ഖുറാനും പിന്നെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മറ്റ് കഥകളും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ വല്ല ചരിത്രത്തിൻ്റെ അംശങ്ങളുണ്ടോ എന്നത്
ചരിത്ര പണ്ഡിതന്മാർ ഇപ്പോൾ മൈക്രോസ്കോപ്പ് വെച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇതുവരെ ചരിത്രപരമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനെ നാട്ടിൽ കെട്ടുകഥയായിട്ട് പ്രചാരത്തിലുണ്ടായിരുന്ന കഥകളെല്ലാം പെറുക്കിയെടുത്തിട്ട് അതിനെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു വേർഷൻ പറഞ്ഞുണ്ടാക്കി അതെല്ലാം ഇസ്ലാമിൻ്റെയും തൗഹീദിൻ്റെയും അള്ളാഹുവിൻ്റെയും കഥയാക്കി മാറ്റി അവതരിപ്പിക്കുക എന്ന ഒരു രീതിയാണ് ഖുർആനിൽ അവലംബിച്ചിട്ടുള്ളത്. വസ്തുതകളുമായിട്ടോ യഥാർത്ഥ ചരിത്രവുമായിട്ടോ മറ്റു കഥാപുസ്തകങ്ങളിലെ കഥകളുമായിട്ട് പോലുമോ യാതൊരു പുലബന്ധവും ഈ കഥയ്ക്കില്ല എന്നുള്ളതാണ് ഈ സോളമൻ്റെ കഥയിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി 45 മുതൽ സാലിഹിൻ്റെ കഥ പറയുന്നു. തമൂദ് 54 മുതൽ ലൂത്തിൻ്റെ കഥ പറയുന്നു. അത് കഴിഞ്ഞ് 59 മുതലാണ് പിന്നെ പതിവ് പോലെയുള്ള പയ്യാരം പറച്ചിൽ തുടങ്ങുന്നത്. 59 മുതൽ അത് ഞാൻ വായിക്കാം. പറയുക, സർവസ്തുതിയും അള്ളാഹുവിനത്രേ, അവൻ തിരഞ്ഞെടുത്തിട്ടുള്ള അവൻ്റെ അടിയാന്മാരിൽ സലാമും ഉണ്ട്. അള്ളാഹുവാണോ ഉത്തമം, അഥവാ അവൻ പങ്കുചേർക്കുന്നവയോ? 60 അഥവാ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും ആകാശത്തു നിന്ന് നിങ്ങൾക്ക് ജലമിറക്കിത്തരുകയും ചെയ്തവനോ? എന്നിട്ട് അതുകൊണ്ട് നാം അഴകുള്ള തോപ്പുകൾ ഉൽപ്പാദിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞ അതേ തലയും പാലും ഇല്ലാത്ത വർത്താനം ഇങ്ങനെ പിന്നെയും പറയുകയാണ്. അള്ളാഹു അല്ലാതെ വേറെ ദൈവങ്ങളുണ്ടോ എന്ന്, ദൈവങ്ങളില്ല എന്ന് പറയുന്നു. പിന്നെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് ആകാശത്തുനിന്ന് വെള്ളം ഇറക്കി തന്ന് എന്നിട്ട് അഴകുള്ള തോട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തരുന്നു. ഇതൊക്കെ അള്ളാഹു ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദൃഷ്ടാന്തം പറച്ചിലുകളാണ്. ഈ ദൃഷ്ടാന്തം പറച്ചിലൊന്നും മക്കയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സാഹചര്യത്തിൽ ഒട്ടും ആവശ്യമുള്ളതോ പ്രസക്തമായിട്ടുള്ളതോ ആയ കാര്യങ്ങളല്ല. കാരണം അവരാരും അതിലൊന്നും തർക്കം ഉന്നയിച്ചിട്ടില്ല. അവയിലെ വൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ നിങ്ങൾക്കാകുന്നതല്ല, അള്ളാഹുവിൻ്റെ കൂടെ വേറെ വല്ല ആരാധ്യനുമുണ്ടോ? എന്നാൽ അവർ തെറ്റിക്കളയുന്ന ഒരു ജനതയാകുന്നു. അല്ലെങ്കിൽ ഭൂമിയെ ഒരു ഭവനമാക്കുകയും അതിനിടയിൽ കൂടി നദികൾ ഉണ്ടാക്കുകയും അതിന് ആണികളെ ഉണ്ടാക്കുകയും 2 സമുദ്രങ്ങൾക്കിടയിൽ തടസ്സം ഏർപ്പെടുത്തുകയും ചെയ്തവനോ? അള്ളാഹുവിൻ്റെ കൂടെ വല്ല ആരാധ്യനുമുണ്ടോ? എന്നാൽ അവരിൽ അധികം ആളുകളും അറിയുന്നില്ല. ഇതൊക്കെ ചെയ്തു വെച്ചിട്ടും ആർക്കും ഇതൊന്നും അറിയില്ല, മനസ്സിലാവണില്ല, അള്ളാഹുവിനെ ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വയ്യാരം പറയുകയാണ്. അല്ലെങ്കിൽ കഷ്ടപ്പെട്ടവൻ വിളിച്ചാൽ അവൻ ഉത്തരം നൽകുകയും തിന്മയെ തുറവിയാക്കുകയും നിങ്ങളെ ഭൂമിയിലെ പ്രതിനിധികളാക്കുകയും ചെയ്തു വരുന്നവനോ? അള്ളാഹുവിനോട് കൂടി വല്ല ആരാധ്യനുമുണ്ടോ? വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾ മാർഗദർശനം നൽകുന്നവനും തൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ കാറ്റുകളെ സന്തോഷവാർത്തയായി അയക്കാറുള്ളവനുമാണോ? അള്ളാഹുവിൻ്റെ കൂടെ വല്ല ഇലാഹുമുണ്ടോ? അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു അത്യുന്നതനാകുന്നു. അല്ലെങ്കിൽ സൃഷ്ടിയെ ആദ്യമായി ഉണ്ടാക്കുകയും പിന്നീട് മടക്കി സൃഷ്ടിക്കുകയും ചെയ്യുന്നവനും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നവനുമാണോ? അള്ളാഹുവിൻ്റെ കൂടെ വല്ല ഇലാഹുമുണ്ടോ? പറയുക, നിങ്ങൾ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരുവിൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഇവിടെ അള്ളാഹു അല്ലാത്ത വേറെ ദൈവങ്ങളുള്ളതിന് തെളിവ് കൊണ്ടുവരാനാണ് വെല്ലുവിളിക്കുന്നത്. അള്ളാഹു ഉള്ളതിന് തെളിവ് കൊണ്ടുവരാൻ അന്ന് മക്കക്കാർ വെല്ലുവിളിച്ചതാണ്. അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ എന്നതിൻ്റെ തെളിവ് കൊണ്ടുവരാൻ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടതാണ്. ഒരു തെളിവും മുഹമ്മദ് കൊണ്ടുവന്നിട്ടില്ല. തെളിവ് കാണിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ പോയി എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചതാണ്. ആ തെളിവില്ലാത്തതുകൊണ്ട് പലവട്ടം ആത്മഹത്യക്ക് പോയ ആളാണ് ഇപ്പോൾ ഇവിടെ അവരോട് തെളിവ് ചോദിക്കുന്നത്. എന്തിന്? വേറെ ദൈവങ്ങളുണ്ട് എന്നുള്ളതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരുന്നു. അള്ളാഹു ഉണ്ട് എന്നതിന് എത്ര തെളിവുണ്ടോ അത്ര തന്നെ തെളിവ് മറ്റേ ദൈവങ്ങൾക്കുള്ളൂ. മറ്റേ ദൈവങ്ങൾക്കുള്ള അത്ര തന്നെ തെളിവ് അള്ളാഹുവിനുള്ളൂ. അല്ലാതെ ഏത് ദൈവത്തിൻ്റെ കാര്യത്തിലും ഈ തെളിവ് കൊണ്ടുവരാൻ വെല്ലുവിളിക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം മുഹമ്മദ് ദൈവം അള്ളാഹു ഉണ്ട് എന്നതിനും അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതിനും മക്കക്കാർക്ക് തെളിവ് കൊടുക്കണം. മക്കക്കാരത് വെല്ലുവിളിയായിട്ട് 13 കൊല്ലം മുഹമ്മദിനോട് ചോദിച്ചതാണ്. മുഹമ്മദിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് മുഹമ്മദ് ലാത്തി ഉസി മനാത്തി ഒക്കെ ദൈവങ്ങളാണ് എന്നതിന് തെളിവ് ചോദിക്കണം. അവർ തെളിയിക്കാൻ തയ്യാറായി പരീക്ഷണം പറഞ്ഞതാണ്. ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് ആരാധിച്ചു നോക്കാം, അങ്ങനെയല്ലേ ദൈവം ഉണ്ടോ അല്ലേ എന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. ശാസ്ത്രീയമായ ഒരേ ഒരു മാർഗ്ഗം അതാണ്. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്കാം, ലാത്ത മനാത്തമാരോട് പ്രാർത്ഥിച്ചു നോക്കാം. എന്നിട്ട് ആരാണ് പ്രാർത്ഥനയ്ക്ക് ഫലം തരുന്നത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് നമുക്ക് കാത്തിരിക്കാം. അതല്ലേ ദൈവത്തിന് അങ്ങനെയല്ലേ പരീക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ട് വിശ്വസിക്കാം എന്ന് ഉറപ്പ് നൽകിയ ആൾക്കാരോടാണ് നിങ്ങൾ പറയുന്നതിന് അള്ളാഹു അല്ലാത്ത വേറെ ദൈവത്തിന് തെളിവുണ്ടോ എന്ന് ഇവിടെ അർത്ഥശൂന്യമായ വെല്ലുവിളി ഉയർത്തുന്നത്.
65 പറയുക, അള്ളാഹു അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവർ അദൃശ്യകാര്യം അറിയുകയില്ല. തങ്ങൾ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നും അവർക്ക് അറിയാവതല്ല. എങ്കിലും പരലോക വിഷയത്തിൽ അവരുടെ അറിവ് പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എങ്കിലും അവർ അതിനെക്കുറിച്ച് സംശയത്തിലാണ്. എങ്കിലും അവർ അതിനെക്കുറിച്ച് അന്ധന്മാരാകുന്നു. ഒരർത്ഥവുമില്ലാതെ എന്തൊക്കെയോ ചീത്ത പറയാം. അവിശ്വസിച്ചവർ പറയുന്നു, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും മണ്ണായാൽ ഞങ്ങൾ നിശ്ചയമായും പുറത്തു കൊണ്ടുവരപ്പെടുന്നവരാണോ? സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം ഒരാളുടെ ശരീരത്തിൽ നിന്ന് പോയ പദാർത്ഥങ്ങളായിരിക്കും വേറെ പല ജന്തുവിലും പല സസ്യങ്ങളിലും ഒരുപക്ഷെ പല മനുഷ്യൻ്റെ ശരീരത്തിൽ പോലും വീണ്ടും വരുന്നത്. അപ്പോൾ പിന്നെ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് വേറെ ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നത് ഒരു കെട്ടുകഥ എന്നതിനപ്പുറത്ത് എന്ത് തെളിവാണ് ഇതിനൊക്കെ ഉള്ളത്? പറയുക, നിങ്ങൾ ഭൂമിയിൽ കൂടി സഞ്ചരിക്കുവിൻ, എന്നിട്ട് കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കുവിൻ. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഇവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നാട്ടിൽ കൂടെ ഒക്കെ നടന്നു നോക്കിയും പഴയ ആൾക്കാർക്ക് എങ്ങനെയാണ് ശിക്ഷ വന്നത് എന്നതിൻ്റെ അടയാളങ്ങൾ നോക്കി എന്ന് പറഞ്ഞിട്ട് പൂർവീകരുടെ കെട്ടുകഥകളിലുള്ള ശിക്ഷാകഥകൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. നബിയെ, അവരുടെ മേൽ നീ ദുഃഖിക്കേണ്ട. അവർ കുതന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് നീ ഇടുക്കത്തിലാവുകയും വേണ്ട. അപ്പോൾ ഇവിടെ അവർ വിശ്വാസികളാവാത്തത് കൊണ്ടും അവർ മുഹമ്മദിനെ ചോദ്യം ചെയ്തതുകൊണ്ടും മുഹമ്മദ് വല്ലാതെ ദുഃഖിതനും നിരാശനുമായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ആത്മഹത്യ ചെയ്യാൻ പോയ കാര്യം പറഞ്ഞു. ആ ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മുഹമ്മദിൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നു കൊണ്ട് മുഹമ്മദിൻ്റെ മനസ്സാകുന്ന അള്ളാഹു ആശ്വസിപ്പിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. അവർ പറയുന്നു, എപ്പോഴാണ് ഈ വാഗ്ദാനം? നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഈ ശിക്ഷയുടെ വാഗ്ദാനമൊക്കെ എപ്പോഴാണ് നടപ്പിലാവുക എന്ന് അവർ ചോദിക്കുന്നു. അത് ചോദിച്ചപ്പോഴൊക്കെ അവരോട് പറഞ്ഞു, ഇത് ഇപ്പോൾ കാണും, ഇപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നാൽ വരട്ടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വെല്ലുവിളിച്ചു. അങ്ങനെ ചോദിക്കുന്ന അവരോട് പറയുക, നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ചിലത് നിങ്ങൾക്ക് അടുത്ത് വരികയുണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ധൃതി കൂട്ടുന്ന ശിക്ഷ അടുത്ത് തന്നെ നിങ്ങൾക്ക് വരും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഭീഷണി മുഴക്കുന്നുണ്ട്. അടുത്ത് തന്നെ വന്ന ശിക്ഷ പിന്നെന്താണ്? മുഹമ്മദ് വാളെടുത്തിട്ട് അവരെ ശരിപ്പെടുത്തി. ആ ശിക്ഷയെക്കുറിച്ചാണ് ഇവിടെ മുഹമ്മദ് മനസ്സിൽ വെച്ചിട്ട് പറയുന്നത്. നിശ്ചയമായും നിന്റെ റബ്ബ് മനുഷ്യരുടെ മേൽ അനുഗ്രഹമുള്ളവനത്രേ, പക്ഷേ അവരിൽ അധികം ആളുകളും നന്ദി കാണിക്കുന്നില്ല. നിശ്ചയമായും നിന്റെ റബ്ബ് അവരുടെ ഹൃദയങ്ങൾ ഗോപ്യമാക്കി വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും അറിയുന്നു. ആകാശത്തും ഭൂമിയിലും മറഞ്ഞു കിടക്കുന്ന യാതൊരു കാര്യവും തന്നെ സ്പഷ്ടമായ ഒരു ഗ്രന്ഥത്തിൽ ഉൾപ്പെടാതെയില്ല. നിശ്ചയമായും ഈ ഖുർആൻ ഇസ്രായേൽ സന്തതികൾക്ക് അവർ ഏതൊരു വിഷയത്തിൽ ഭിന്നാഭിപ്രായം വെച്ചുകൊണ്ടിരിക്കുന്നുവോ അതിൽ മിക്കതും വിവരിച്ചു കൊടുക്കുന്നു. അവിടെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഖുർആൻ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പരിഹാരവും പറഞ്ഞു കൊടുക്കുന്നില്ല. മാത്രമല്ല അവരുടെ കെട്ടുകഥകളിൽ പറയുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തങ്ങളാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച്? ഓർത്തിരിക്കാൻ പറ്റാത്ത ഒരാളെങ്ങനെയാണ് സർവജ്ഞാനിയാവുക? നിശ്ചയമായും ഇത് സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു. നിന്റെ റബ്ബ് അവർക്കിടയിൽ തൻ്റെ വിധി കൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അവനത്രയേ സർവജ്ഞനായ പ്രതാപശാലി. അതിനാൽ നീ അള്ളാഹുവിൻ്റെ മേൽ ഭാരമേൽപ്പിച്ചുകൊള്ളുക. നിശ്ചയമായും നീ സ്പഷ്ടമായ പരമാർത്ഥത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അവിടെയും മുഹമ്മദിൻ്റെ മനസ്സിനിങ്ങനെ ഉറപ്പിക്കുകയാണ്, നീ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ശരി തന്നെയാണ്, അള്ളാഹു പറയുന്നതൊക്കെ ശരി തന്നെയാണ്, സംശയിക്കൊന്നും വേണ്ട, ദുഃഖിക്കൊന്നും വേണ്ട, ബേജാറാവണ്ട, തൂങ്ങി മരിക്കാൻ പോണ്ട എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു മുഹമ്മദിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. നിശ്ചയമായും മരണപ്പെട്ടവരെ നീ കേൾപ്പിക്കുകയില്ല. ബധിരന്മാരെയും അവർ പിന്നോക്കം തിരിഞ്ഞ് മാറിപ്പോയാൽ വിളി കേൾപ്പിക്കുകയില്ല. മരിച്ചവരെ നീ കേൾപ്പിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ മരിച്ചവരെ നീ കേൾപ്പിക്കും എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് തന്നെ മരിച്ചവരോട് വർത്താനം പറയുന്ന സംഭവങ്ങൾ പിന്നീട് ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് തന്നെ വരുന്നുണ്ട്. ഇത് പറഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള കാര്യം മുഹമ്മദ് തന്നെ ചെയ്യുന്നതായിട്ട് ഹദീസുകളിലും ഖുർആനിലും ഒക്കെ വരുന്നുണ്ട്. അന്ധന്മാർക്ക് അവരുടെ വഴിപിഴവ് വിട്ട് നേർമാർഗം കൂട്ടിക്കൊടുക്കുവാനുമല്ല നീ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും അങ്ങനെ തങ്ങൾ മുസ്ലിങ്ങളായിരിക്കുകയും ചെയ്യുന്നവരെയല്ലാതെ നീ കേൾപ്പിക്കുകയില്ല. അപ്പോൾ ഈ അന്ധന്മാർ, ബധിരന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഖുറൈശികളെ അന്നത്തെ മക്കാരെ ഇങ്ങനെ ചീത്ത വിളിക്കുകയാണ്. ഈ അന്ധന്മാർ, ബധിരന്മാരെന്നുള്ള വാക്കുകളൊക്കെ ഇന്ന് സംസ്കാരമുള്ളവരാരും മറ്റുള്ളവരെ ചീത്ത പറയാൻ ഉപയോഗിക്കില്ല. കാരണം അത് കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഒക്കെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ സഹജീവികളായ മനുഷ്യർക്ക് മാനസികമായ വിഷമം ഉണ്ടാക്കും എന്നതുകൊണ്ട് അത്തരം വാക്കുകൾ പോലും ഇന്ന് നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്നില്ല
എന്നാൽ അതൊന്നും മനസ്സിലാക്കാനുള്ള സംസ്കാരം ഈ അള്ളാഹുവിനെ പോലെയുള്ള പ്രാകൃത ഗോത്ര ദൈവങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഗോത്ര മനുഷ്യരെ പോലെ അവരും യാതൊരു നിലവാരമില്ലാത്ത തെറിവാക്കുകൾ ഉപയോഗിച്ച് ചീത്ത വിളിക്കുന്നു. അവരുടെ മേൽ വാക്ക് സംഭവിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ഒരു ജീവിയെ നാം അവർക്ക് പുറപ്പെടുവിക്കുന്നതാണ്. മനുഷ്യർ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ദൃഢവിശ്വാസം കൊള്ളാതിരിക്കുകയാണെന്ന് അത് അവരോട് സംസാരിക്കുന്നതാകുന്നു. ഇത് ലോകാവസാനം വരുമ്പോൾ എന്തോ ഇതുവരെ ഇല്ലാത്തൊരു ജന്തു, ഒരു അത്ഭുത ജന്തു പ്രത്യക്ഷപ്പെടുമെന്നും ആ ജന്തു അല്ലെങ്കിൽ മൃഗം മനുഷ്യരോട് അവർ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നൊക്കെ, ഇതൊക്കെ ലോകം അവസാനിക്കാൻ പോകുമ്പോഴുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ലോകാവസാന നാളിൻ്റെ ലക്ഷണമായിട്ട് ഒരു അത്ഭുത മൃഗം പ്രത്യക്ഷപ്പെടുമെന്നൊക്കെ ചെറുപ്പകാലത്ത് മദ്രസയിലൊക്കെ പഠിച്ചിട്ട് ഞാനൊക്കെ രാത്രിയൊക്കെ പേടിച്ച് വിറച്ചു നടന്നിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള യക്ഷിക്കഥകൾ പറയുകയാണ്. അതൊക്കെ ഈ ഖുർആനിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാ സമുദായത്തിൽ നിന്നും നമ്മുടെ ലക്ഷ്യങ്ങളെ വ്യാജമാക്കുന്ന ഓരോ സമൂഹത്തെ നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, എന്നിട്ട് അവർ തടഞ്ഞു നിയന്ത്രിക്കപ്പെടുന്നതാകുന്നു. അങ്ങനെ അവർ വന്നാൽ അവൻ പറയും, എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയാതെ നിങ്ങൾ അവയെ വ്യാജമാക്കിയോ? അതല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്? അവർ അക്രമം പ്രവർത്തിച്ചത് നിമിത്തം അവരിൽ വാക്ക് സംഭവിക്കുന്നതുമാണ്. അപ്പോൾ അവർ ഉരിയാടുകയില്ല. ഇതൊക്കെ ശിക്ഷയെക്കുറിച്ചുള്ള ഭീഷണികളാണ്. അവർക്ക് ശാന്തമായിരിക്കുവാൻ വേണ്ടി രാത്രിയെയും കണ്ണു കാണത്തക്ക നിലയിൽ പകലിനെയും നാം ഉണ്ടാക്കിയിട്ടുള്ളത് അവർ കണ്ടിട്ടില്ലേ? നിശ്ചയമായും അതിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. രാത്രിയും പകലും ഉണ്ടാവുന്നതിൽ എന്ത് ദൃഷ്ടാന്തമാണ് ഈ ഖുർആനും ഈ അള്ളാഹുവും ഈ മതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്? ഒരു ദൃഷ്ടാന്തമില്ല. നമുക്കതിലുള്ള ദൃഷ്ടാന്തം ഭൂമി കറങ്ങുന്നു, ഭൂമി ഉണ്ടതാണ്, അതുകൊണ്ട് ഇവിടെ രാത്രിയും പകലും അനുഭവപ്പെടുന്നു എന്നൊക്കെയുള്ളൂ. കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവരൊഴിച്ച് ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ഭയവിഹ്വലതയിൽ ആയിത്തീരുന്നതാണ്. എല്ലാവരും അവൻ്റെ അടുക്കൽ എളിവരായ നിലയിൽ ചെല്ലുകയും ചെയ്യും. ഇത് 7-ാം നൂറ്റാണ്ടിലൊക്കെ അന്നത്തെ രാജഭരണകാലത്ത് മനുഷ്യൻ്റെ കയ്യിലുള്ള ഒരു വലിയ ടെക്നോളജിയാണ് ഈ പി കാളത്തിൽ വലിയ ഊതുക എന്നുള്ളത്. ഒച്ച ഉണ്ടാക്കാൻ വേണ്ടി, ദൂരേക്ക് ശബ്ദം കേൾക്കാൻ വേണ്ടി കാളത്തിൽ ഊതുക, കോളാമ്പി കാളത്തിൽ ഊതുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു രീതി. ആ ടെക്നോളജിയാണ് സർവശക്തനും സർവജ്ഞാനിയും ലോകാവസാനം വരേക്കുള്ള കിതാബ് ഇറക്കിയ പഠിച്ചോന് കയ്യിലുള്ള ടെക്നോളജിയിൽ ഈ ഊത്തേ ഉള്ളൂ. അതൊക്കെ തന്നെ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമാണ്. അതിലപ്പുറഞ്ഞൊരു ദൃഷ്ടാന്തം വേണ്ട. അള്ളാൻ്റെ ഊത്ത്. പർവ്വതങ്ങളെ നിനക്ക് കാണാം, അവ നിശ്ചലങ്ങളാണെന്ന് നീ ധരിച്ചേക്കും. അവയാകട്ടെ മേഘം ചലിക്കുന്ന പ്രകാരം ചലിക്കുന്നതാണ്. എല്ലാ വസ്തുക്കളെയും വ്യവസ്ഥാപിതമായി ചെയ്തിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവർത്തനം. നിശ്ചയമായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞനാകുന്നു. പർവ്വതങ്ങളൊക്കെ അങ്ങനെ മഴക്കാറ് പാറിപ്പോകും ലോകാവസാനമാകുമ്പോൾ. ആർ നന്മയും കൊണ്ട് വന്നുവോ അവന് അതിനേക്കാൾ ഉത്തമമായതുണ്ടായിരിക്കും. അവർ അന്നത്തെ ദിവസം ഭയവിഹ്വലതയിൽ നിന്ന് നിർഭയന്മാരുമായിരിക്കും. ഭീഷണിയോട് ഭീഷണിയാണ്. ആർ തിന്മയും കൊണ്ട് വന്നുവോ അവരുടെ മുഖങ്ങൾ നരകത്തിൽ മറിച്ചിടപ്പെടുകയും ചെയ്യും. നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ? ഈ രാജ്യം അലംഘനീയമാക്കിയിട്ടുള്ളവനായ അതിൻ്റെ റബ്ബിനെ ആരാധിക്കുവാൻ മാത്രമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ വസ്തുവും അവൻ്റേതത്രേ. ഇവിടെ കുൽ പറയുക എന്ന് പറയാൻ അള്ളാഹു മറന്നുപോയി ഈ വാക്യത്തിൽ. എന്നിട്ട് അള്ളാഹു മറന്നുപോയതിന് ബ്രാക്കറ്റ് ഇട്ടിട്ട് നാട്ടുകാരെ എഴുതി ചേർത്തിട്ടുണ്ട് പറഞ്ഞേക്കുക എന്ന്. ഇവിടെ അതില്ല. സാധാരണ കുൽ എന്ന് പറഞ്ഞിട്ടാണ് പറയുക എന്ന് അള്ളാഹു തന്നെ പറയലുണ്ട്. ഇവിടെ അള്ളാഹു അത് മറന്നുപോയി. എന്നിട്ട് മുഹമ്മദ് തന്നെ പറയുന്നതായിട്ട് ഈ വാക്യം പറയുകയാണ്, ഈ രാജ്യത്തെ അലംഘനീയമാക്കിയിട്ടുള്ളവനായ അതിൻ്റെ റബ്ബിനെ ആരാധിക്കുവാൻ മാത്രമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ വസ്തുവും അവൻ്റേതത്രേ. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനായിരിക്കുവാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആരാണ് ഈ വാചകം പറയുന്നത് ഭാഷാപരമായിട്ട് മുഹമ്മദാണ്. ആ അബദ്ധം തിരുത്താൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് നബിയെ പറയുക എന്ന് എഴുതി ചേർത്തിരിക്കുന്നു. അത് അള്ളാഹിൻ്റെ കിതാബിൽ ഇല്ല. ഞാൻ ഖുർആൻ പാരായണം ചെയ്യുവാനും എന്നാൽ ആരെങ്കിലും നേർമാർഗം സ്വീകരിക്കുന്നതായാൽ അവൻ തനിക്ക് വേണ്ടി തന്നെ നേർമാർഗം സ്വീകരിക്കുന്നു. ആരെങ്കിലും വഴി പിഴച്ചു പോകുന്നതായാൽ നീ പറഞ്ഞേക്കുക, ഞാൻ മുന്നറിയിപ്പ് നൽകുന്നവരിൽ പെട്ടവൻ മാത്രമാണ്. അവിടെ ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് മുഹമ്മദാണ്. പിന്നെ നീ പറഞ്ഞേക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വാചകത്തിനകത്ത് വേറൊരു കർത്താവ് വരുന്നുണ്ട്. അവിടെയൊക്കെ ആരാണിത് പറയുന്നത് എന്ന കാര്യത്തിൽ പോലും മുഹമ്മദിൻ്റെ മനസ്സിൽ യാതൊരു ആശയ വ്യക്തതയും ഇല്ലാതെ ഒരു ഗ്രാമറും ഇല്ലാതെ പറഞ്ഞു പോയതാണ്. 93-ാമത്തെ വാക്യത്തിൽ പറയുക കുൽ എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞിട്ടുണ്ട്. ആ പറയുക, അള്ളാഹുവിന് സർവ്വസ്തുതിയും അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അവൻ കാണിച്ചു തന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളും. നിന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അശ്രദ്ധനല്ല തന്നെ. ഇതൊക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പയ്യാരങ്ങളല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. അത് പറഞ്ഞപ്പോൾ ഉണ്ടായ ഗ്രാമർ മിസ്റ്റേക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ചൂണ്ടിക്കാണിച്ചത്. ഇത്രയേ ഉള്ളൂ ഈ അധ്യായത്തിൽ. ഇതിനകത്ത് ഈ സുലൈമാൻ്റെ കഥ എന്നും പറഞ്ഞിട്ട്, ശേബാരാജ്ഞിയുടെ കഥ എന്നും പറഞ്ഞിട്ട് കുറേ കെട്ടുകഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ കെട്ടുകഥകൾ ബൈബിളിലെ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നാട്ടിൽ പ്രചരിച്ചിരുന്ന കഥയുമായിട്ടും ബന്ധമില്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുഹമ്മദിൻ്റെ കഥയാക്കി അവതരിപ്പിച്ചതാണ്. ഖുർആനിലെ എല്ലാ കെട്ടുകഥകളും അങ്ങനെ തന്നെയാണ്. എല്ലാ കഥയും കുറച്ച് മറ്റു പലയിടത്തുനിന്നും എടുത്തുകൊണ്ടുവന്നിട്ട് ഈ ഒരു തൗഹീദിൻ്റെ കഥയായിട്ടും ഇസ്ലാമിൻ്റെ കഥയാക്കിയിട്ടും മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറം ഈ അധ്യായത്തിലും ഒന്നുമില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലാതെ പുതിയ ഒരു കാര്യവുമില്ല. വെറും പയ്യാരം പറച്ചിലും വെറും ശിക്ഷ പറഞ്ഞ് പേടിപ്പിക്കലും പിന്നെ കുറേ കെട്ടുകഥകൾ പറച്ചിലും. മറ്റൊരു അധ്യായവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.